അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ജിന്നുകളുടെ സൃഷ്ടിപ്പ് എങ്ങനെയെന്ന് ബോധിപ്പിക്കുകയുണ്ടായി. ആ ജിന്നുകൾക്ക് പ്രത്യേകമായ വാസസ്ഥലങ്ങളും ഉണ്ട്. വിജനമായ പ്രദേശങ്ങൾ, മലഞ്ചെരുവുകൾ, സമുദ്രതീരങ്ങൾ, വീടുകൾ തുടങ്ങി വിസർജന സ്ഥലങ്ങൾ, മാളങ്ങൾ, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ജിന്നുകൾക്ക് വസിക്കാനുള്ളതായ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസ് തബറാനി നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട്. അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളായ ജിന്നുകളുടെയും പിശാചുകളുടെയും ഇടയിൽ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. അതായത് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ശണ്ട കൂടുകയുണ്ടായി. അങ്ങനെ ആ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങളുടേതായ വാസസ്ഥലങ്ങൾ പ്രത്യേകമായി തരംതിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ജിന്നുകൾക്ക് താമസിക്കുന്നതിന് ഗ്രാമങ്ങളെയും പർവ്വതങ്ങളെയും നിശ്ചയിച്ചു കൊടുത്തു. മുസ്ലിക്കുകളായ ജിന്നുകൾക്ക് താമസിക്കാൻ സമുദ്രങ്ങളുടെയും പർവ്വതങ്ങളുടെയും ഇടയിലുള്ളതായ സ്ഥലങ്ങളെയും ഒരുക്കി കൊടുത്തു എന്ന് തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഇങ്ങനെ ജിന്നുകൾക്ക് പ്രത്യേകമായ വാസസ്ഥലങ്ങൾ ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാളത്തിൽ മൂത്രമൊഴിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് വിലക്കിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത് വിലക്കപ്പെട്ടതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മാളത്തിൽ ജിന്നുകൾക്ക് താമസ സൗകര്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്ന് പറയുകയായി. ഇങ്ങനെ ജിന്നുകൾക്ക് മാളത്തിലും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും താമസിക്കാനുള്ളതായ അവസ്ഥയും അവസരവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മനുഷ്യ വിഭാഗത്തിൽ ഉള്ളതുപോലെ ജിന്ന് വിഭാഗത്തിലും മതങ്ങളും പാർട്ടികളും ഉണ്ട്. വിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. ആ ജിന്നുകൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹുകളായ ജിന്നുകളുണ്ട്, ഇതല്ലാത്ത വിഭിന്നങ്ങളായ മറ്റു വിഭാഗവും ഞങ്ങളിൽ ഉണ്ട് എന്ന് ആ ജിന്നുകൾ പറയുകയായി. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ജിന്നുകളിൽ മനുഷ്യരിൽ ഉള്ളതുപോലെ തന്നെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട പുത്തൻ വിശ്വാസികൾ, പുത്തൻ ആശയക്കാർ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയുള്ളതായ പുത്തൻ ആശയക്കാരുമുണ്ട്. ഫതാവൽ ഹദീഥിയ പോലെയുള്ളതായ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്, ഈ വിഭാഗത്തിൽ മനുഷ്യരിൽ ഉള്ളതുപോലെ തന്നെ നസാറാക്കളും യഹൂദികളും മജൂസികൾ അടക്കമുള്ള പല മതവിഭാഗങ്ങളുമുണ്ട്. ഇതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട അവാന്തര വിഭാഗങ്ങളായ ഖവാരിജ്, റാഫിദി പോലെയുള്ളതായ വിഭാഗങ്ങളും ഈ ജിന്ന വിഭാഗങ്ങളിൽ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കിതാബുകളിൽ കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യ വിഭാഗത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതേ നിലയിലുള്ളതായ പ്രവർത്തനങ്ങൾ ജിന്നുകളിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടേതായ സ്ഥൂല ശരീരത്തെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് പലതും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസകരമായി മാറുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടിപ്പിന്റെ രീതി അനുസരിച്ച് അവരുടെ മേഖലകളിൽ അവർ പ്രബോധനം നടത്തുകയും പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താല്പര്യത്തിന് വിധേയമായി അവർ അമലുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യ വിഭാഗത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഇടയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് രൂപം മാറാൻ അവർക്ക് കഴിയും. മനുഷ്യന്റെ രൂപത്തിലേക്കും മറ്റു മൃഗജാതികളുടെ രൂപങ്ങളിലേക്കും ഒക്കെ രൂപം പ്രാപിക്കാനുമുള്ളതായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രസിദ്ധമായ ഒരു സംഭവം നമുക്കറിയാം. ബനൂ മദ്ലജ് ഗോത്രത്തിൽപ്പെട്ട സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ബദറിലേക്ക് പിശാച് പോകുകയായി. എന്നിട്ട് ആ പിശാച് അവരോട് പറഞ്ഞ ആ സംഭവം വിശുദ്ധമായ ഖുർആൻ ഇതാ നമ്മെ ഉണർത്തുകയാണ്. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ. ആ മുശ്രിക്കുകളുടേതായ പ്രവർത്തനത്തെ ആ പിശാച് നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ, ഇന്നേ ദിവസത്തിൽ നിങ്ങളെക്കാൾ വിജയിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകുകയില്ല. وَإِنِّي جَارٌ لَكُمْ, ഞാൻ നിങ്ങളുടേതായ സംരക്ഷകനാണ് എന്ന് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് ആ പിശാച് അവരെ മുന്നോട്ട് നയിക്കുകയായി.
വലമ്മാ തറാഅത്തിൽ ഫിഅതാനി നഖസ അലാ അഖബൈഹി. അങ്ങനെ മുശ്രിക്കുകളും മുസ്ലിമുകളും തമ്മിൽ പരിശുദ്ധമായ ബദർ യുദ്ധത്തിലേക്ക് ഏറ്റുമുട്ടിയപ്പോൾ ആ പിശാച് പിന്തിരിഞ്ഞു പോകുകയാണ്. എന്നിട്ടോ വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്. എന്നിട്ട് ആ പിശാച് പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നതിന് കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾ കാണാത്ത പലതിനെയും ഞാൻ കാണുകയാണ്, ആയതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുകയാണ്. ഇന്നി അഖാഫുല്ലാഹ്, തീർച്ചയായിട്ടും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കുന്നു. കാരണം വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു തആല ശക്തമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇങ്ങനെയുള്ളതായ ആ ജിന്നിന്റെ രൂപമാറ്റത്തെ സംബന്ധിച്ചും അതിന്റെ പ്രവർത്തനത്തിൻ്റെതായ ശൈലിയെ സംബന്ധിച്ചും വിശുദ്ധമായ ഖുർആൻ ഉണർത്തുകയാണ്. ഇതുപോലെ മനുഷ്യേതര ജീവജാലങ്ങളിലേക്കും രൂപം മാറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് സവിസ്തരം പഠിക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.